എടാ മോനെ, ഇനി പിടിച്ചാ കിട്ടില്ല. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തൂത്തുവാരി അല്ലു അർജുൻ ചിത്രം പുഷ്പ 2. ബാഹുബലി, RRR, KGF 2 എന്നീ സിനിമകളുടെ റെക്കോർഡുകൾ മറികടന്നാണ് പുഷ്പ 2വിന്റെ കുതിപ്പ്. ആദ്യ ദിനം തന്നെ 175 കോടി രൂപയാണ് പുഷ്പ നേടിയത്. RRR 133 കോടി രൂപ, ബാഹുബലി 2 121 കോടി, KGF 2 116 കോടി എന്നീ റെക്കോർഡുകൾ പുഷ്പ അന്നേ മറികടന്നു. ഇപ്പോഴിതാ ചരിത്രം മാറ്റിമറിച്ചിരിക്കുകയാണ് പുഷ്പ. അങ്ങനെ പുഷ്പ 2 1000 കോടി ക്ലബ്ബ് കടന്നു. അതും റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും. റിലീസ് ദിനം മുതൽ തന്നെ ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരുകയാണ് പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം പുഷ്പ 2. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം ഭേദിച്ചാണ് ഓപ്പണിംഗ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും പുഷ്പയുടെ മുന്നേറ്റം. ലോകമെമ്പാടും 12,500-ലധികം തിയേറ്ററുകളിലാണ് പുഷ്പ 2 എത്തിയത്. മലയാളികൾക്കിടയിൽ അല്ലുവിന് വലിയ സ്വീകാര്യതയുള്ളതിനാൽ തന്നെ സിനിമയ്ക്ക് കേരളത്തിൽ വമ്പൻ റിലീസാണ് ലഭിച്ചത്. 294 കോടിയായിരുന്നു പുഷ്പയുടെ ഓപ്പണിംഗ് കളക്ഷൻ. ഇന്ത്യയിൽ നിന്ന് മാത്രം 650 കോടിയോളം ചിത്രം വാരിയെടുത്തു. 170 മുതൽ 250 കോടി വരെ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു പുഷ്പ ദി റൈസ് പാർട്ട് 1. പുഷ്പയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വമ്പിച്ച വിജയമാണ് നേടിയത്. 400 മുതൽ 500 കോടി വരെ ബജറ്റിലാണ് പുഷ്പ 2 നിർമ്മിച്ചത്. ഡിസംബർ 5-നാണ് പുഷ്പ ദ റൂൾ റിലീസ് ചെയ്തത്. സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആദ്യ ഭാഗം വമ്പൻ ഹിറ്റായിരുന്നു. രശ്മിക മന്ദാന നായികയായ ചിത്രത്തിലെ ഫഹദ് ഫാസിലിന്റെ വില്ലൻ റോളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയത് സിനിമാ പ്രേമികൾക്ക് വീണ്ടും ആവേശമുയർത്തിയിരുന്നു. പുഷ്പയുടെ ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിരുന്നു. പുഷ്പയുടെ 3-ാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.